ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ പെയ്തോ? ഇവിടെ 1-2 ദിവസം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നല്ല ചൂടാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ചൂട് കൂടുകയാണല്ലോ ചെയ്യുന്നത്. ഇന്ന് ഇങ്ങനെ മൊബൈലിൽ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി. ഒരു ലേബർ റൂമിൽ വൈഫ് പ്രസവത്തിന് കയറിയപ്പോൾ ഹസ്ബൻഡിനെ കൂടെ കയറ്റി. അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഈ ഹസ്ബൻഡ് ബോധം കെട്ട് ഈ ലേബർ റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർമാരെല്ലാവരും കൂടെ ചേർന്ന് ഹസ്ബൻഡിനെ താങ്ങിയെടുത്ത് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് അദ്ദേഹത്തിനെ പരിചരിക്കുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. ഇപ്പോഴത്തെ ഓരോ നിയമങ്ങളും വശങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഇപ്പം ലേബർ റൂമിൽ ഹസ്ബൻഡിന് കയറാം, സ്യൂട്ട് റൂം, അതിന് വേണ്ടിയിട്ട് വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ സ്യൂട്ട് റൂമൊക്കെ ഉണ്ട്. അത് അറേഞ്ച് ചെയ്ത് ഹസ്ബൻഡിനെയും കൂടെ നിർത്തി ഭാര്യയ്ക്കൊരു തണലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെയും കൂടെ കയറ്റിയിട്ടാണ് ഇപ്പോഴത്തെ പ്രസവം. നല്ല പൈസ ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത്. എല്ലാ ഹോസ്പിറ്റലൊന്നും ഇല്ല കേട്ടോ, വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്കേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പ്രസവത്തിൻ്റെ സമയത്ത് ഇനിയിപ്പോൾ ഹസ്ബൻഡ് കൂടെ നിൽക്കുമ്പോൾ ചിലർക്ക് സന്തോഷമായിരിക്കും. പക്ഷേ പ്രസവിച്ചിട്ടുള്ള അമ്മമാരോടൊന്നും ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഹസ്ബൻഡ് കൂടെ വന്ന് നിൽക്കണമെന്നൊന്നും തോന്നുന്നില്ല. നമ്മൾ അന്നേരം അനുഭവിക്കുന്ന ഒരു വേദനയ്ക്ക് ആരും അന്നേരം നമുക്കൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡാണോ ഡോക്ടറാണോ, ഏറ്റവും കൂടുതൽ ഡോക്ടർമാരും നഴ്സുമാരുമാണ് നമുക്കൊരു സാന്ത്വനമായിട്ട് നമുക്കൊരു ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ തോന്നിപ്പിക്കുന്നത്. അവരുടെ പരിചരണമായിരിക്കും. ഇങ്ങനത്തെ അമ്മമാരെ പോലും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാൻ നമുക്ക് തോന്നത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ വീടുകളിലൊക്കെ പ്രസവിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും ഓരോരുത്തർ പ്രസവിച്ചിട്ടുള്ളത്. പക്ഷേ അന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കുട്ടികളെ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. 2 വർഷം കൂടുമ്പോൾ എല്ലാ അമ്മമാരും പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, അതിൽ കൂടുതലൊന്നും ആരും പ്രസവിക്കത്തില്ലല്ലോ. പ്രസവവേദനയുടെ ആ വേദന അറിയുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഖിൽമാരാർ പറഞ്ഞ കണക്ക് പ്രസവം ഇങ്ങനെ അരി ഇടിച്ചുകൊണ്ട് പ്രസവിച്ച് കഴിഞ്ഞ് വന്ന് അരി ഇടിച്ച് വെക്കും. അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പണ്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നൊരു സാറ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അരി ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെല്ല് കുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ പറയും, ഈ ഒലക്കൊന്ന് പിടിക്കടി, ഞാൻ പോയി ഒന്ന് പ്രസവിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് പണ്ടുള്ള സ്ത്രീകൾ പ്രസവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പ്രസവം ഒരു രോഗമായിട്ട് പ്രസവത്തിന് പരിചരണങ്ങളും ഒക്കെ കണ്ടിട്ട് പറഞ്ഞതാണ്. ഇത് രണ്ടുമല്ല ശരിയെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയൊന്നും ഒലക്ക ഇടിച്ചുകൊണ്ട് നിൽക്കുമ്പം നിൽക്കട്ടെ, എന്താ ഒലക്ക പിടി, ഞാൻ ഇന്ന് പ്രസവിക്കട്ടെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പരിചരണങ്ങൾ കൂടിപ്പോയി എന്നുള്ളതും ഒരു സത്യമാണ്. ഇതിൻ്റെ രണ്ടിനും മധ്യത്തിലാണ് സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രസവ വേദന എന്ന് പറയുന്നത് അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. അപ്പം എനിക്ക് 2 പ്രസവമായിരുന്നു, സിസേറിയനൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, അന്നേരം നമ്മൾ നല്ല ചെറുപ്പമായിരിക്കും. പിന്നെ അപ്പോഴൊരു ആത്മധൈര്യം നമുക്ക് കിട്ടും. അത് ദൈവമായിട്ട് നമുക്ക് തരുന്ന ഒരു ധൈര്യമാണ്. അതിനിപ്പം അത് പറഞ്ഞൊന്നും നമുക്ക് അറിയിപ്പിക്കാൻ പറ്റത്തില്ല. ആദ്യം തുടങ്ങുന്ന വേദനയൊക്കെ നമുക്ക് സാധാരണ എല്ലാ മാസത്തിലും മെൻസസൊക്കെ ആകുമ്പോൾ ഉള്ള കണക്കൊരു വേദനയായിരിക്കും തുടക്കം. പക്ഷേ അതിൻ്റെ ഹൈ പിച്ചിലെത്തുമ്പോഴുള്ള ഒരു വേദന എന്ന് പറഞ്ഞാൽ അതൊരു 2-3 മണിക്കൂർ നേരം നമ്മളെ ഭൂമിയിലും അല്ല സ്വർഗത്തിലും അല്ലാതെ നിർത്തും. പക്ഷേ നമ്മളെ അത് പിന്നീട് നമുക്കത് ഓർക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പിന്നീട് അത്രയും വേദന നമ്മൾ അനുഭവിച്ചോ എന്ന് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീകളും പിന്നെ പ്രസവിക്കുമെന്ന്. അപ്പോഴാണ് അഖിൽമാരാർ പറഞ്ഞത്, പ്രസവിച്ച് കഴിഞ്ഞിട്ട് വന്ന് ഒരു അരി ഇടിച്ച് വെച്ചെന്ന് പറയുന്നത് അതൊരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് പ്രസവം കാണാനായിട്ട് ഈ പുരുഷന്മാർ സ്യൂട്ട് റൂമിലായാലും അല്ലെങ്കിലും കയറുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ആ സമയത്ത് നമുക്ക് ഡോക്ടറുടെയോ നേഴ്സിൻ്റെയൊക്കെ പരിചരണം കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ടത്തെ രീതികളാണ് അതൊക്കെ നല്ലതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പുരുഷന്മാരും അതങ്ങനെ കാണാനും അതിൻ്റെ ഒരു വേദനയും വെപ്രാളവും അന്നേരം നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്നൊക്കെ പറയുന്നത് ആരെയും കാണണമെന്ന് തോന്നുന്ന ഒരവസ്ഥയായിരിക്കത്തില്ല. അപ്പോഴാണ് ചില സ്ത്രീകൾക്ക് ഇനി ഹസ്ബൻഡിനെ കണ്ടുകൊണ്ട് പ്രസവിക്കാൻ പറ്റുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല.
പിന്നീട് പണ്ട് ഇതുപോലെ പരിചരണങ്ങളൊന്നും നമ്മുടെ അമ്മൂമ്മയുടെ കാലഘട്ടത്തിലൊന്നും കിട്ടിയിട്ടില്ല. അമ്മയുടെയൊക്കെ കാലഘട്ടമൊക്കെ ആയപ്പം പിന്നെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായല്ലോ. അമ്മൂമ്മമാരൊക്കെ പറയുന്നേക്കാം അങ്ങനെ ഒരു പരിചരണം അവർക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞു, പിന്നെ ജോലിയെല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് 9-ാം മാസത്തിൽ 10 മാസമൊന്നുമില്ല, 9-ാം മാസം 9 ദിവസവും പൂർത്തിയാകുന്നതിനിടയ്ക്ക് നമ്മൾ പ്രസവിക്കുക. അങ്ങനെയാണ് പതിവ്. അതൊരു രോഗമായിട്ടൊന്നും ആരും കണക്കാക്കുന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ അങ്ങനല്ലല്ലോ. ഇപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകും. അന്നേരം മുതൽ ബ്ലഡ് ചെക്കപ്പ്, പിന്നെ എല്ലാ സ്കാനിങ് എന്ന് പറഞ്ഞാൽ അങ്ങ് വയറ്റിലിങ്ങനെ ഒരു ഗർഭിണിയാണെന്നുള്ളൊരു പോസിറ്റീവാണെന്ന് അറിയുമ്പോൾ മുതലേ സ്കാനിങ് തുടങ്ങും. ഇത്രയും സ്കാനിങ്ങൊക്കെ ചെയ്താലും ചിലപ്പം സമയമാകുമ്പം റിസ്ക്കായി മാറാറുണ്ട്. അത് ഇച്ചിരി കൂടുതലാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലെ രീതികളെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒന്നും അത്രയ്ക്ക് ആവശ്യമില്ല. ഇന്നാൾ ഒരു ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഈ ഒരു കുട്ടിയുടെ വയറ് കാണുമ്പോഴോ അല്ലെങ്കിൽ വയറ്റിൽ തൊട്ട് ഇങ്ങനെ പരിശോധിക്കുമ്പം തന്നെ അറിയാം കുട്ടിയുടെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത്. എങ്കിലും ഞങ്ങൾ സ്കാനിങ്ങിന് എഴുതും. കാരണം ഈ സ്കാനിങ്ങിന് എഴുതിയില്ലെങ്കിൽ ഈ കുട്ടിയുടെ പേരൻസ്, കുട്ടിയുടെ ഹസ്ബൻഡ് എല്ലാവരും പറയും ഈ ഡോക്ടർക്കൊന്നും അറിയത്തില്ല, അങ്ങേര് സ്കാനിങ്ങിനൊന്നും എഴുതി തന്നില്ല. അഥവാ ഈ പ്രസവ സമയത്ത് എന്തെങ്കിലും റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ പറയും അന്നേരം ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്ന്. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും സ്കാനിങ്ങിന് എഴുതും. പക്ഷേ എൻ്റേതും കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്കാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. സ്കാനിങ്ങൊന്നും അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്കാനിങ്ങൊക്കെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ അവസാനമാകുമ്പം ഹൃദയമെടുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു യന്ത്രം ഇങ്ങനെ വയറ്റിൻ്റെ മേളിൽ വെച്ചിട്ട് കുട്ടിയുടെ ഹൃദയമെടുപ്പ് നോക്കുന്ന ഒരു യന്ത്രം ഉണ്ടായിരുന്നു എന്നല്ലാതെ പിന്നെ ഈ ഫോളിക് ആസിഡിൻ്റെ ഗുളികയോ പിന്നെ TT അതേപോലെ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഇഞ്ചക്ഷനൊക്കെ എല്ലാം തരും. അതുപോലെ 2-3 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോകും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പ്രഷറിന് വേരിയേഷൻ ഉണ്ടോ അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വെയിറ്റ് നോക്കും, കുട്ടിയുടെ വളർച്ച അതൊക്കെ നോക്കുന്നല്ലാതെ ഈ സ്കാനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 10-20 കൊല്ലമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങനെ എപ്പോഴും എല്ലാ മാസവും സ്കാനിങ്, എല്ലാം കുട്ടിയുടെ തലച്ചോറിൻ്റെ മാത്രം സ്കാനിങ്, ഹാർട്ടിൻ്റെ മാത്രം സ്കാനിങ്, അങ്ങനെയൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ അനിയത്തി കുറച്ച് നാൾ മുമ്പ് പ്രസവം, അന്നേരം ഞാനും അവളും കൂടെ തിരുവനന്തപുരത്ത് വരെ പോയ അന്ന് കുട്ടിയുടെ തലച്ചോറിൻ്റെ എന്തോ ഒരു സ്കാനിങ് ചെയ്യാനായിട്ട് പോയി. അങ്ങനെയൊക്കെ ഇപ്പം നൂതന വിദ്യകളൊക്കെ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടെത്തിയാലും നമുക്ക് ആ പ്രസവ സമയത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് ഭഗവാൻ മാത്രമേ അറിയത്തുള്ളൂ. നമ്മളിനി എത്ര സ്കാൻ ചെയ്താലും എത്ര എഫിഷ്യൻ്റായിട്ടുള്ള ഡോക്ടറാണെങ്കിലും ചിലപ്പോൾ ആ സമയത്തൊരു റിസ്ക് ഫാക്ടർ എപ്പോഴും വരും. അതിനിപ്പോൾ 100-ൽ ഒരു 99% സക്സസ് ആയിരിക്കും. 1% അപ്പോഴെന്തെങ്കിലും ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ സ്കാൻ ചെയ്തതിനോ അല്ലെങ്കിൽ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ആ സമയത്ത് ദൈവം എന്താ വിധിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് അനുഭവിക്കുക തന്നെ പറ്റുള്ളൂ. അത്രയും നേരം ചിലപ്പോൾ കുട്ടി നല്ല രീതിയിൽ കിടന്നിട്ട് ചിലപ്പോൾ ആ സമയത്ത് കുട്ടി തിരിഞ്ഞ് വരാതിരിക്കുകയോ പിന്നെ പെട്ടെന്ന് കൊണ്ടുപോയി സിസേറിയൻ ചെയ്യുന്നതൊക്കെ കേസുകളുണ്ടല്ലോ. എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രസവ രീതികളും പണ്ടത്തെ പ്രസവ രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നീട് അന്ന് പക്ഷേ സ്ത്രീകൾക്ക് നല്ല റെസ്റ്റ് കിട്ടിയിരുന്നു. പ്രസവം കഴിഞ്ഞിട്ട് പ്രസവം വരെ ഭയങ്കര ഒരു രോഗം പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈ ഗർഭിണിയാന്ന് പറഞ്ഞാൽ ഭയങ്കര രോഗം പോലെ. അത് നമ്മുടെ ഒരു അമ്മയാവുക എന്നുള്ളതൊരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അത് നമ്മുടെ നാച്ചുറലായിട്ട് സംഭവിക്കും. അത് കഴിഞ്ഞ് പിന്നെ അതിനോടനുബന്ധിച്ച് ഛർദിലൊക്കെ ഭയങ്കര ഛർദിലായിരിക്കും ആദ്യത്തെ 3 മാസം. അതൊക്കെ ചിലർക്ക് ഛർദിലില്ല കേട്ടോ, ചിലർക്ക് ഭയങ്കര ഛർദിലായിരിക്കും. ചിലർക്ക് 7 മാസം 9 മാസം വരെയൊക്കെ കരിക്കും വെള്ളം മാത്രം കുടിച്ച് കിടക്കുന്ന ആൾക്കാരും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി പോലൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അന്നേരം തന്നെ എഴുന്നേറ്റ് നടന്നു പിന്നെ ജോലികൾ ചെയ്യുന്നവരെങ്ങനെ, ജോലിക്ക് പോകുന്നവരെങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ പണ്ടങ്ങനല്ല. പണ്ട് ഈ 3 മാസം അങ്ങ് കിടക്കും, ഒറ്റ കിടപ്പാണ്. കിടന്നു കഴിഞ്ഞാൽ 3-ാം മാസം പിന്നെ 90 ദിവസം കഴിഞ്ഞ് നിർബന്ധിച്ച് എണീപ്പിക്കുന്നതെന്നൊക്കെ അമ്മമാർ പറയുന്നത് കേൾക്കാം. എന്ന് വെച്ചാൽ അവർക്ക് റെസ്റ്റ് ഇല്ലല്ലോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജോലി, പിന്നെ ഈ അടുപ്പ് തീ കത്തിക്കണം, കൊച്ചുങ്ങളെ നോക്കണം, ഒക്കെ ജോലിയാണ്. പിന്നെ അന്നൊക്കെ ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് മൂത്ത കുട്ടികൾ ഇളയ കുട്ടികളെ നോക്കിക്കൊള്ളുമായിരുന്നു. ആദ്യം അമ്മയൊക്കെ പറഞ്ഞേക്കാം, അമ്മയൊക്കെയാണ് എൻ്റെ മാമനെയൊക്കെ നോക്കിയത്. അമ്മമ്മയ്ക്ക് പ്രസവിക്കുന്ന ജോലിയേ ഉള്ളായിരുന്നു. എന്ന് പറഞ്ഞാണെങ്കിൽ മൂത്ത ചേച്ചിമാരും അവരൊക്കെ പിന്നെ ഇളയ കുട്ടികളെ കുളിപ്പിക്കുകയും ഒരുക്കുകയൊക്കെ ചെയ്യും.
ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ, ഇതെല്ലാം അമ്മമാർ ചെയ്യണം, അല്ലെങ്കിൽ അമ്മമ്മമാർ ചെയ്യണം. അങ്ങനെ കുട്ടികളെ ഒന്നിനും വിടത്തില്ല, അങ്ങോട്ട് വിടത്തില്ല, ഇങ്ങോട്ട് വിടത്തില്ല, സ്വയം ചെയ്യാൻ പഠിപ്പിക്കത്തില്ല. അങ്ങനെയൊക്കെയുണ്ട്. എല്ലാം കൂടെ സ്നേഹിച്ച് കുട്ടികളെ ഒരു പരുവമാക്കും. സ്വയം പര്യാപ്തത നേടാതെ ഇങ്ങനെ ഇരുത്തും. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയും കുളിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. കുളിച്ചാൽ വൃത്തിയാകത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പല്ല് തേപ്പിക്കുകയോ എന്തോ വേണമെങ്കിലും ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു കൊച്ചല്ലേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ലല്ലോ, 10-12 കുട്ടികൾ കാണും ഒരു വീട്ടിൽ. അപ്പോഴവർക്ക് അതെന്തായാലും അതിന് സമയം കാണത്തില്ല. പശുവിൻ്റെ കാര്യം നോക്കണം, വയലിൽ ജോലി കാണും, കള പറിക്കുന്നവരാണ്, അവർക്ക് ചോറുണ്ടാക്കണം. എന്നും വീട്ടിൽ എന്തെങ്കിലും ജോലിക്കാരൊക്കെ കാണും, അവർക്കൊക്കെ ഓരോന്നും ഉണ്ടാക്കണം. പ്രസവിച്ച് കിടക്കുമ്പോൾ മാത്രമാണ് അവരൊരു റെസ്റ്റ് എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ പ്രസവം ആ സമയത്ത് ഇനിയിപ്പം ഹസ്ബൻഡ് കൂടെ കയറിയെന്ന് കാണുകയും പിന്നെ ഇതുപോലെ ബോധം കെട്ട് വീഴാനും ഒന്നും ഇടയാക്കേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങ് നടന്നോളും. അതിപ്പോൾ എന്തായാലും ആര് കൂടെ നിന്നാലും നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ ആ സമയത്തൊരു വേദന. അത് ഇനി അമ്മ നിന്നാലും ഹസ്ബൻഡ് നിന്നാലും ഡോക്ടർ നിന്നാലും നേഴ്സ് നിന്നാലും ഒക്കെ നമ്മൾ തന്നെ അത് അനുഭവിച്ച്. പക്ഷേ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് ആ വേദനയെല്ലാം പോകുമെന്നുള്ളത് യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ ഇത്രയും വേദന അനുഭവിച്ച് പ്രസവിച്ച മക്കൾ ഈ അമ്മമാരെ കൊണ്ടുവന്ന് അനാഥാലയത്തിലൊക്കെ കളയുന്നതെന്ന് ഓർത്ത് നോക്കും. അതുപോലെ അമ്മമാരെ കൊല്ലുന്ന മക്കളുണ്ട്. സത്യത്തിൽ നമ്മൾ അന്നേരം അനുഭവിക്കുന്ന വേദന വെച്ച് നോക്കുമെങ്കിൽ അവർ തിരിച്ചൊരു വാക്കുപോലും നമ്മളോട് പറയാൻ അവർക്ക് തോന്നരുതെന്നുള്ളതാണ്. അത്രയ്ക്ക് പെയിൻ അനുഭവിച്ചാണ് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. അപ്പോൾ അമ്മയെ അത്ര തൊളിഞ്ഞിപ്പോൾ അമ്മ എത്ര പന്നലായാലും ഭയങ്കര സ്ട്രിക്റ്റുള്ള സ്ത്രീയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ആർക്കും ഇഷ്ടമല്ലാത്തതാണെങ്കിൽ പോലും നമ്മൾ സത്യത്തിൽ അമ്മമാരെ ഒന്നും പറയാൻ പാടില്ല. ഒരമ്മയാവുമ്പോഴേ അതിൻ്റെ ഒരു ഗുണം മനസ്സിലാകത്തുള്ളൂ. ഈ പ്രസവ വേദന വളരെ ഈസിയാണെന്നും ഒരു കുഴപ്പമില്ലയെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഒന്ന് പ്രസവിച്ച് നോക്കട്ടെ, അപ്പോഴറിയാം പ്രസവം ഈസിയാണോ അതോ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. ഈ പുരുഷന്മാരെല്ലാം ഒന്ന് അനുഭവിച്ച് നോക്കണം, അന്നേരം അറിയാം. അവരിപ്പോൾ വെളിയിൽ നിന്നിട്ട് ടെൻഷൻ അടിക്കും, അയ്യോ എന്തെങ്കിലും ആവുന്നോ എന്നുള്ള ടെൻഷൻ അടിച്ച് വെളിയിൽ നിന്ന് വിഷമിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. പക്ഷേ ആ വേദന അവരൊന്ന് ഒരു ദിവസം ഒരു നിമിഷം ഒന്ന് അനുഭവിച്ച് നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. അതുകൊണ്ട് സത്യത്തിൽ അമ്മമാരെയൊക്കെ മക്കൾ പൂവിട്ട് പൂജിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. അത്രയ്ക്ക് വേദന അനുഭവിക്കുന്നുണ്ട്. പിന്നീട് ഓപ്പറേഷൻ ചെയ്യുന്നവർ പറയുന്നുണ്ട് അന്നേരം വേദന അറിയുന്നില്ലെങ്കിലും ഓപ്പറേഷൻ കഴിയുമ്പം അവർക്ക് നല്ല വേദനയാണ്. പിന്നെ പെയിൻ കില്ലർ കൊടുത്ത് ഗുളിക കൊടുത്ത് ഇഞ്ചക്ഷൻ എടുത്തതൊക്കെ അവരെ കിടത്തുന്നതാണ്. പക്ഷേ എന്തായാലും വയറ് കീറുന്നതാണല്ലോ, വയറ് ഇത്രയും കീറി അതിൽ നിന്ന് കുഞ്ഞിനെ എടുക്കണ്ടേ. അപ്പോഴാ വയറ് തുന്നി കൂടി വരുന്ന സമയം വരെ ആ അമ്മ വേദന അനുഭവിക്കണം. പക്ഷേ പ്രസവത്തിന് പിന്നെ അത്രയും കുഴപ്പമില്ല. നമുക്ക് അനുഭവിക്കുന്ന സമയത്തുള്ള ഒരു 2-4 മണിക്കൂർ നല്ല വേദന അനുഭവിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിലാക്സായി. പിന്നെ ഓപ്പറേഷൻകാരാണൊക്കെ അത്രയ്ക്ക് കിടന്ന് പിന്നെ ടെൻഷൻ അടിക്കുക, പിന്നെ കിടന്ന് എണീക്കാൻ വയ്യാതെ നടക്കാൻ വയ്യാതെ ഇരിക്കാൻ വയ്യാതെയൊക്കെ സ്റ്റിച്ചിൻ്റെ വേദനയൊന്നും പിന്നീട് നമുക്കങ്ങനെ അനുഭവിക്കേണ്ടി വരത്തില്ല. എന്നാലും ഈ ഓപ്പറേഷൻകാരാണൊക്കെയുള്ള ബുദ്ധിമുട്ട് വലുതായിട്ട് നമ്മൾ പ്രസവിക്കുന്നവർക്കില്ല. പക്ഷേ പ്രസവ വേദന എന്ന് പറയുന്നത് ഒരു വേദന തന്നെയാണ്. അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ പ്രസവം കാണാൻ വേണ്ടിയിട്ട് ലേബർ റൂമിൽ കയറുന്ന ആൾക്കാർ പിന്നെ നല്ല മനോധൈര്യവും മനസ്സിന് നല്ല ദൃഢതയൊക്കെ ഉള്ള ആൾക്കാർ വേണം ലേബർ റൂമിൽ കയറാൻ, ഹസ്ബൻഡായാലും അമ്മമാരായാലും ഒക്കെ. ഇപ്പം ഈ പറയുന്ന ഞാൻ പോലും എനിക്കിപ്പോൾ ലേബർ റൂം കാണുമ്പോൾ പേടിയാണ്. അന്ന് പക്ഷേ നമ്മുടെ ആ ചെറുപ്പകാലം ആയതുകൊണ്ടായിരിക്കും നമുക്കൊരു മനസ്സിന് ധൈര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ മക്കളുടെയൊക്കെ കാലം വരുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് നമ്മളിതുപോലെ ഉരുവാനേ പറ്റുള്ളൂ. എന്നെ കാണിക്കാമെന്ന് പറഞ്ഞാലും ഞാൻ കയറത്തില്ല എന്നുള്ളത് 100%. എനിക്ക് പേടിയാണ്. എന്ന് പറഞ്ഞ കണക്ക് ലേബർ റൂമെന്ന് ഇപ്പോൾ എഴുതി വെച്ചേക്കുന്ന കാണുമ്പോഴേ പേടിയാവുന്നുണ്ട്. അന്നേരം നമുക്കൊരു ധൈര്യവും ഒരു ഇതൊക്കെ കിട്ടും. അന്നേരത്തെ ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മളൊരു വേറൊരു അവസ്ഥയിലെത്തുന്ന സമയം. ആ സമയത്ത് പിന്നെ എങ്ങനെയും അത് വേദനയെല്ലാം കടിച്ചമർത്തി സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ ആ വേദനയെല്ലാം മറക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ ഒരു കളിയാണ്. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ വീണ്ടും പ്രസവിക്കാൻ ഒരുങ്ങത്തില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അന്നേരം ഞാനിപ്പോൾ അത് വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ്. ഇത് കേൾക്കുന്ന അമ്മമാരൊക്കെ ഇതിന് എന്തൊക്കെയാണ് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് എഴുതണം കേട്ടോ. ഇപ്പം ഈ പ്രസവമാണല്ലോ ഒരു ചർച്ചാ വിഷയം. അഖിൽമാരുടെ ആയാലും ഇതായാലും ഇപ്പം കണ്ട ഈ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഒന്ന് കണ്ടു നോക്കണം.
പ്രസവിച്ച സ്ത്രീ തന്നെ കിടന്ന് ചിരിക്കുകയാണ് ആ ഹസ്ബൻഡ് ബോധം കെട്ട് വീണ് കണ്ടിട്ട്. അത് അന്നേരം അത്രയും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ അമ്മമാരോട് എല്ലാ മക്കളും സ്നേഹമായിട്ട് പെരുമാറുക. ഒരിക്കലും ഗുരുവായൂർ കൊണ്ട് കളയുകയോ അല്ലെങ്കിൽ വല്ല അനാഥാലയങ്ങളിൽ കൊണ്ടാക്കുകയോ അതുപോലെ അമ്മമാരെ വഴക്ക് പറയുകയോ അമ്മമാരെ ഇറക്കി വിടുകയോ ഒന്നും ചെയ്യരുത്. അമ്മയാണ് കാണപ്പെട്ട ദൈവം എന്ന് വെച്ചാൽ അമ്മ അനുഭവിക്കുന്ന പെയിൻ അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അമ്മമാരെ സ്നേഹിക്കുക. അവർക്ക് വേണ്ടുന്ന എല്ലാം ജീവിച്ചിരിക്കുമ്പം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വേണം മക്കൾ ജീവിക്കാൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞു. വേറെ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് എഴുതുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.